ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സുധ അമ്മു ചാനലിലെ സ്വാന്തനം 2 സീരിയലിലെ നാളത്തെ നല്ലൊരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ മുത്തുമണികൾ എൻ്റെ ചാനലൊന്ന് സബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നാളെയാണ് നമ്മുടെ അനുവിനെ അലോക് കെട്ടയച്ചു വിടുകയാണ്. കെട്ടിയിട്ടേക്കുമായിരുന്നു അനുവിനെ അലോക്. അപ്പോൾ കെട്ടയച്ചു വിടുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ദേ നിൻ്റെ വിവാഹത്തിൻ്റെ മുഹൂർത്ത സമയമൊക്കെ കഴിഞ്ഞ് ഇന്ന് നിനക്ക് നിൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴിയെന്ന് അലോക് പറയണം. ആ സമയത്ത് അനുക്ക് ആകെ ഒരു അലോകിനെ കൊന്ന് തിന്നാനുള്ള ദേഷ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അനു പറയുന്നുണ്ട്, എന്നെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടാക്കാമോ? എനിക്ക് ഒട്ടും വയ്യ, ഇവിടുന്ന് എനിക്ക് അനങ്ങാൻ പോലും വയ്യ. ശരി ശരി, ഞാൻ നിന്നെ വീട്ടിലേക്ക് കൊണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് അലോകിൻ്റെ വണ്ടിയിലേക്ക് അനുവിനെ കയറ്റുകയാണ്. ആ സമയത്ത് അനു ആണെന്നുണ്ടെങ്കിൽ എന്തോ ചെയ്യുമെന്ന് വെച്ചാൽ അലോക് മേടിച്ച് വെച്ച ആ താലി ഉണ്ടല്ലോ, ആ താലി അലോക് പോലും അറിയാതെ അനു കയ്യിൽ പിടിച്ച് വെച്ച് ഇങ്ങനെ സൂക്ഷിച്ച് ഇങ്ങനെ പിടിക്കുക കേട്ടോ. അതേസമയം നമ്മുടെ മുഹൂർത്ത സമയം കഴിഞ്ഞിട്ട് അനുവിനെ കാണാത്തത് കൊണ്ട് വീട്ടുകാരും കാണാത്തത് കൊണ്ട് ജീവനും വീട്ടുകാർക്കും കാര്യം മനസ്സിലായി, എന്തോ പ്രശ്നമുണ്ടെന്ന്. അവരെല്ലാം കൂടി ദൈവമംഗലത്തേക്ക് വരുവാണ്. അല്ല, ദൈവമംഗലത്തെ ഇവരെല്ലാവരും കൂടി മറ്റേ മുഹൂർത്ത സ്ഥലത്ത് മണ്ഡപത്തിലേക്ക് എത്തുകയാണ്. തമിഴിൽ അങ്ങനെയാട്ടോ, എല്ലാവരും കൂടി മണ്ഡപത്തിലേക്ക് പോകുന്നത്. എന്നിട്ട് ജീവൻ്റെയും വീട്ടുകാരുടെയും കാല് പിടിച്ച് പൊട്ടിക്കരയാണ്, ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങളുടെ മോളെ കാണാനില്ല എന്ന് പറയുകയാണ്. അത് കേട്ട് ഈ അവൻ്റെ ബന്ധുക്കൾ പറയുന്നുണ്ട്, നിങ്ങളുടെ മോളെ ഇവിടെ പോരെ, അവൾക്ക് ചിലപ്പോൾ വല്ല അഫയർ ഉണ്ടാകായിരിക്കും, അവൻ്റെ കൂടെ വെറുതെ ഒളിച്ചോടി പോയതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇത് ബാലൻ്റെ വീട്ടുകാരും ഒക്കെ കളിയാക്കി പുച്ഛത്തോടെ ചിരിക്കുക കേട്ടോ. പക്ഷേ അവർക്കൊന്നും ചിരിച്ചു പറയാൻ പറ്റില്ലല്ലോ, കാരണം അവർക്ക് അതിനുള്ള വോയിസ് ഇല്ലല്ലോ, അവരെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജീവൻ പറയുക, ആരും വീട്ടുകാരും കുറ്റം പറയണ്ട, ആരും വീട്ടുകാരെ കുറ്റം പറയരുത്. അനു ചെയ്ത ഒരു തെറ്റിന് ഇവരെ എന്തിനാ കുറ്റം പറയണേന്ന് ജീവൻ ചോദിക്കുക. പക്ഷേ അനു അങ്ങനെ ചെയ്യില്ല എന്ന് തന്നെയാണ് അങ്കിളേൻ്റെ വിശ്വാസം. കാരണം അനുക്ക് ഒരു അഫെയർ ഉള്ള കാര്യം എന്നോട് പറഞ്ഞതാണ്. അനു എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അനുവിന് വേറെ എന്തോ അപകടമാണ് പറ്റിയിട്ടുണ്ടാവുക. അത് നിങ്ങൾ ഒന്ന് അന്വേഷിക്കണം. പിന്നെ ഞങ്ങൾ എന്തായാലും പോവുകയാണ്, ശരി എന്ന് പറഞ്ഞിട്ട് അമ്മേനെയും അച്ഛനെയും കൂട്ടിക്കൊണ്ട് ജീവൻ അവിടുന്ന് പോവാട്ടോ. ബാലൻ ആ കതർ മണ്ഡപത്തിലിരുന്ന് പൊട്ടിക്കരയാണ്, നെഞ്ചു പൊട്ടിക്കരയാണ് ബാലൻ. അത് കണ്ടിട്ട് ബാലൻ്റെ മക്കളായിട്ടും ആര്യനും ആകാശിനും ആനന്ദിനും ഭയങ്കര സങ്കടപ്പെട്ട് അവരെല്ലാവരും കൂടി നമ്മുടെ ബാലനെ കെട്ടിപ്പിടിച്ച് കരയാണ്. പാവം ഗോമതി ആണെങ്കിൽ എനിക്ക് ജീവിക്കണ്ട, മരിച്ചാൽ മതി എന്നൊക്കെ പറയുകയാണ്. മീനാക്ഷിയും മിത്രയൊക്കെ സമാധാനപ്പെടുത്തുന്നുണ്ട്. ആ സമയത്ത് ആനന്ദ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മുടെ ദേവീനെ വിളിച്ച് മാറ്റി നിർത്തി പറയുന്നുണ്ട്, നിനക്ക് സമാധാനമായല്ലോ, നിൻ്റെ തൃപ്തിയായല്ലോ, ഈ വിവാഹം കഴിയുമ്പോൾ നിനക്ക് വീട്ടിൽ പോകേണ്ടി വരും, അതുകൊണ്ട് ഈ വിവാഹം നടക്കാതിരിക്കാൻ നീ നന്നായിട്ട് പ്രാർത്ഥിച്ചല്ലേ എന്ന്. നിൻ്റെ പ്രാർത്ഥന പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആനന്ദ അപ്പോഴും ദേവീനെയാണ് കുറ്റപ്പെടുത്തുക വേണ്ടി നോക്കുന്നത് കേട്ടോ. ദേവിയാണെങ്കിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാവം, അതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. ഈ ഒരു സമയത്ത് തന്നെ കുറ്റപ്പെടുത്താൻ എങ്ങനെയാണ് ഇതിന് പറ്റുന്നു എന്ന് ആലോചിച്ച് പൊട്ടിക്കരയാണ് നമ്മുടെ ദേവി കേട്ടോ. അതിനുശേഷം ബാലൻ പറഞ്ഞിട്ട്, ഇനി എന്തിനാ നമ്മളിവിടെ നിൽക്കുന്നത്, മണ്ഡപത്തിൽ പൈസ ഒക്കെ കൊടുത്തേക്ക്, പൂജാരിയുടെ പൈസ പൂജാരിക്കും കൊടുത്തേക്ക്, കല്യാണം നടന്നില്ല എന്ന് വെച്ചിട്ട് പൈസ ഒന്നും കൊടുക്കാതിരിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ബാലൻ, ജീവൻ്റെ വീട്ടുകാർക്ക് നഷ്ടപരിഹാരം വേണമെന്നുണ്ടെങ്കിൽ അത് കൊടുത്തേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടി തിരിച്ച് ദേവമംഗലത്തേക്ക് വരും കേട്ടോ. ദേവമംഗലത്ത് കെട്ടിത്തൂക്കിയ മണ്ഡപവും പൂക്കളും എല്ലാം നശിപ്പിച്ച് കളയാൻ ബാലൻ. എന്നിട്ട് ആ പടിയിൽ തന്നെ ഇരിക്കുകയാണ്. ഗോമതിയും അടുത്തിരിക്കുന്നുണ്ട്. ആ സമയത്താണ് ആലോകിൻ്റെ കാർ അവിടേക്ക് വരുന്നത്. ആലോകിൻ്റെ കാറ് വരുമ്പോഴേക്കും എല്ലാവരും ആ കാറിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തെ കൃഷ്ണമംഗലത്ത് നോക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാനായിട്ട് അങ്ങനെ അലോക് അനുവിനെയും പറയുന്നുണ്ട്, നീ ഇറങ്ങാൻ നോക്ക് എന്ന് പറയാണ്. അനു അങ്ങനെ പതുക്കെ ഇറങ്ങും കേട്ടോ. അനു കാണുമ്പോൾ എല്ലാവർക്കും ഷോക്കും ദേഷ്യം എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. അനു അലോകിനെ ഒന്നും പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പറയുന്നുണ്ട്. അലോകും പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതിനുശേഷം നമ്മുടെ അനു
ആണെങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് അലോകിൻ്റെ കൈ പിടിച്ച് വലിച്ചു വരികയാണ്. എന്നിട്ട് ബാലനോട് ഗോമതിയുടെ അടുത്ത് പറയുകയാണ്, ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു എന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന ഗോമതിയുടെ ഒറ്റ അടി വെച്ച് കൊടുക്കുകയാണ് നമ്മുടെ അനുവിൻ്റെ മുഖത്ത്. എടി സാമദ്രോഹി, നിനക്ക് ഇവന് ഇഷ്ടമാണെങ്കിൽ നിനക്ക് ഇവൻ്റെ കൂടെ നേരത്തെ ഒളിച്ചോടി പോയി കൂടായിരുന്നു. എന്തിനാണ് ഞങ്ങളെ വീട്ടുകാരെ ഇത്ര കഷ്ടപ്പെടുത്തിയതെന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുകയാണ്. അപ്പോൾ അലോക്, ഞാൻ വിവാഹം കഴിച്ചിരുന്നോ? ആ സമയത്ത് അനു ഇങ്ങനെ താലിമാല ഇങ്ങനെ പൊക്കി കാണിക്കുന്നുണ്ട് കേട്ടോ. അതേ അലോക് കിട്ടിയ താലിയാണിത്, കണ്ടില്ലേ എന്ന് താലിമാല കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോഴാണ് അലോകിന് മനസ്സിലാവുന്നത് മണ്ടത്തരായി പോയി മണ്ടത്തിലിരിക്കുകയാണ് സമയത്ത് അനു ചായ വേണമെന്ന് പറഞ്ഞിരുന്ന അലോക് ചായ മേടിക്കാൻ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് അനു തൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന താലി ഉണ്ടല്ലോ, അത് സ്വയം കഴുത്തിൽ കെട്ടിയത്, അത് മറച്ചു വെക്കുകയായിരുന്നു. മുടിയും അതുപോലെ തന്നെ ഡ്രസ്സും ഒക്കെ കയറ്റി വെച്ചിട്ട് ആ താലിമാല മറച്ചു വെച്ചിട്ടായിരുന്നത് എന്നുള്ള കാര്യം അപ്പോഴാണ് അലോക് മനസ്സിലാക്കിയത് കേട്ടോ. ശേഷം ബാലനും ഗോമതിയും കൂടി നമ്മുടെ അനുവിനെ പുറത്താക്കി അനുവിനെ നമ്മുടെ അച്ഛൻ്റെ ഭാര്യയും കൂടി അയ്യോ എൻ്റെ മരുമകൾ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോവുക കേട്ടോ. നമ്മുടെ അനു വലതുകാല് വെച്ച് കൃഷ്ണമംഗലത്തേക്ക് കയറുക. അപ്പോൾ അനു എല്ലാവർക്കും ഭയങ്കര ദേഷ്യമൊക്കെയാണ്. മീനാക്ഷിക്കും മിത്രയ്ക്കും ദേവിക്കും ഒക്കെ ഭയങ്കര ദേഷ്യമാട്ടോ. നമ്മുടെ ആനന്ദ് റൂമിലേക്ക് വരുമ്പോൾ ദേവിയുടെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും നീ ഇപ്പം ഇവിടുന്ന് പാടി ഇറങ്ങണ്ട, ഇപ്പോൾ എൻ്റെ വീട്ടുകാരെല്ലാം ഭയങ്കര ഷോക്കിലാണ്. ആ സമയത്ത് നീയും കൂടി ഇവിടെ നിന്ന് പോയി അവർക്ക് ഷോക്ക് കൂടാത്തേ ഉള്ളൂ. ഒരു 2 ആഴ്ച കൂടി നിനക്ക് സമയം തന്നിരിക്കുകയാണ്. അതിനുശേഷം നിന്റെ വീട്ടിലേക്ക് കൊണ്ടുകൊള്ളുക എന്ന് ആനന്ദ് പറയുകയാണ്. നമ്മുടെ വലതുകാല് വെച്ചിട്ട് നമ്മുടെ അനു ആണെങ്കിൽ കൃഷ്ണമംഗലത്തേക്ക് കയറുന്നുണ്ട്. മുത്തശ്ശി അനുവിനെ പിടിച്ചു മാറ്റിയിട്ട് റൂമിൽ കൊണ്ടുപോയിട്ട് ചോദിക്കുന്നുണ്ട്, മോളെ നിനക്ക് എന്താ സംഭവിച്ചത്? കോമതി പറഞ്ഞത് ആ പയ്യൻ ജീവൻ എന്ന് പറഞ്ഞ പയ്യൻ്റെ വിവാഹത്തിന് നിനക്ക് വല്ലാത്ത ഇഷ്ടം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്. പിന്നെ നീ എന്താ മോളെ അലോകിനെ വിവാഹം കഴിച്ചത്? ഇവൻ മനുഷ്യനെ പോലെ അല്ല. എന്തിനാ മോളെ നീ നിൻ്റെ ജീവിതം ഇവനെ വേണ്ടി കളഞ്ഞത്? നീ എന്തിനാ മോളെ ഇങ്ങനെ വിവാഹം കഴിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ മുത്തശ്ശി. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഇന്ദിരാമ്മ ചോദിക്കുമ്പോഴേക്കും അതിന് സത്യങ്ങളൊക്കെ ഇന്ദിരാമ്മയുടെ അടുത്ത് പറയുകയാണ്. മുത്തശ്ശി, വീട്ടിൽ ആലോചിച്ച ബന്ധത്തിന് എനിക്ക് പൂർണ്ണ സമ്മതമായിരുന്നു. അലോകിനെ ഞാൻ വെറുത്തതാണ്, അല്ലെങ്കിൽ അവൻ എന്നെ സ്നേഹിച്ചിട്ടില്ല മുത്തശ്ശി. അവൻ 2 വീട്ടുകാരും തമ്മിൽ ഒന്നാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പറ്റിച്ചാണ് എന്നെ പ്രണയത്തിൽ വീഴ്ത്തിയതാണ്. അവനെ പക വീട്ടാൻ വേണ്ടി മാത്രമാണ് എന്നെ ഉപയോഗിച്ചത്. പിന്നെ എന്തിനാ മോളെ നീ അവനെ വിവാഹം കഴിച്ചത്? ഇല്ല മുത്തശ്ശി, നീ കെട്ടിയേക്കുന്ന താലി ഉണ്ടല്ലോ, അത് അലോക് കെട്ടിയ താലിയല്ല, ഞാൻ തന്നെ എടുത്ത് എൻ്റെ കഴുത്തിൽ അണിയുന്നതാണ്. വിവാഹം മുടക്കാൻ വേണ്ടി അവൻ എന്നെ തട്ടിക്കൊണ്ട് പോവുമായിരുന്നു. പക്ഷേ എനിക്ക് വേറെ നിവൃത്തിയില്ല. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പ് എൻ്റെ വീട്ടുകാരാണ് നാണം കെട്ടത്. അതിന് അലോകിന് പണി കൊടുക്കണ്ടേ മുത്തശ്ശി? അലോകിന് നല്ലൊരു പണി കൊടുക്കണ്ടേ? അത് വേണം മോളെ, നിൻ്റെ കൂടെ ഞാനുണ്ട് എന്ന് മുത്തശ്ശിയും പറയുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ അലോകിൻ്റെ ക്രെഡിറ്റ് കാർഡ്, ഒരു 3 ക്രെഡിറ്റ് കാർഡ് അലോകിൻ്റെ പേഴ്സിലുണ്ട് കേട്ടോ. ആ 3 ക്രെഡിറ്റ് കാർഡും ഒരു 2 ഡെബിറ്റ് കാർഡും ഉണ്ട്. അതെടുത്തിട്ട് നമ്മുടെ അനു പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് ജൂലിയർ ടെക്സ്റ്റൈൽസിലൊക്കെ പോയി ഇറങ്ങും കേട്ടോ. എന്നിട്ട് ആ ക്രെഡിറ്റ് കാർഡ് എത്രത്തോളം വിഡ്രോ ചെയ്യാവോ അത്രത്തോളം വിഡ്രോ ചെയ്യുകയാണ്. അതുപോലെയാണ് അലോകിൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് പലയിടത്തു നിന്നും കടവും വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ വേണം കൂട്ടുകാരെ. അലോകിൻ്റെ നല്ല പണിയാണ് ഇനി അനു കൊടുക്കാൻ പോകുന്നത്. നമ്മുടെ അനു അങ്ങനെ കടക്കിണിയിലാക്കാൻ അലോകിനെ കൊണ്ടിടുന്നത്. രാവിലെ തന്നെ 2-3 നെക്ലേസും 2-3 സാരിയും ഒക്കെ വാങ്ങിച്ചിരുന്നു അനു രാവിലെ തന്നെ വരുന്നത്. ആയിട്ട് അനു വരുമ്പോഴേക്കും അച്യുതൻ ചോദിക്കുന്നു, ആഹാ മോള് ഷോപ്പിങ്ങിന് പോയതായിരുന്നോ? ആ അതെ, മോളുടെ കയ്യിൽ പൈസയൊക്കെ ഉണ്ടായിരുന്നോ? ഓ, ബാലൻ 75 പവനാണല്ലോ മോൾക്ക് കെട്ടിച്ചു തരാം എന്ന് പറഞ്ഞത്. അപ്പോൾ ആ സ്വർണ്ണമൊക്കെ ആയിരിക്കും അല്ലേ? അതൊന്നുമല്ല, ഇത് അലോകിൻ്റെ പൈസ ഒക്കെ വാങ്ങിച്ചതാ. അല്ലെങ്കിൽ ഇപ്പം എൻ്റെ കല്യാണത്തിന് കഴിഞ്ഞില്ലേ, ഇനി ഞാൻ എന്തിനാ എൻ്റെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നത്? എൻ്റെ ഭർത്താവ് വീട്ട് അലോകും ഇല്ലേ, അലോകിൻ്റെ പൈസ ഒക്കെ ഇതൊക്കെ വാങ്ങിച്ച് അപ്പോഴേക്കും അലോക് ഇവിടെ അകത്തേക്ക് വരാട്ടെ. എൻ്റെ പൈസയ്ക്കോ? എൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ലല്ലോ. പൈസ ഇല്ലെന്നോ? അലോകിൻ്റെ ഡെബിറ്റ് കാർഡും ഉണ്ടല്ലോ, അതെടുത്തിട്ട് പോയി. പിന്നെ ക്രെഡിറ്റ് കാർഡും വേറെയുണ്ട്, അതൊക്കെ എടുത്തിട്ട് ഞാൻ പോയി. പിന്നെ ആ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന പൈസയൊക്കെ ഒന്ന് തീരാൻ്റെ അലോക്, എനിക്ക് ഇനിയും കുറച്ച് പർച്ചേസ് കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അലോക് എല്ലാ കാര്യങ്ങളും നോക്കി തരണം എന്ന് പറഞ്ഞിട്ട് 5-6 കിറ്റൊക്കെ ആയിട്ട് നമ്മുടെ അനു അകത്തേക്ക് കയറി പോകുന്നത് കേട്ടോ.
ആ സമയത്ത് നമ്മുടെ അലോക അവിടെ ഇരുന്ന് പോകണം. ഈശ്വരാ, ഇവളെന്നെ മുടിപ്പിക്കാനാലോ എന്ന് പറയുമ്പോൾ മുത്തശ്ശി നിനക്ക് അങ്ങനെ തന്നെ വേണടാ എന്ന് പറഞ്ഞിട്ട് അലോകിനെ നോക്കി ചിരിക്കുക കേട്ടോ. അപ്പോൾ അനു കൊടുക്കാൻ പോകുന്ന പണികളാണ് അലോകിനെ കൊടുക്കാൻ പോകുന്നത്. 8ൻ്റെ പണികളാണ് നമ്മൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഈ സത്യം ആദ്യം അറിയാൻ പോകുന്നത് നമ്മുടെ ധർമ്മന്. അമ്മ ഈ കാര്യം ധർമ്മനോട് പറയും. പിന്നെ ധർമ്മൻ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ദേവമംഗലത്തും പറയും. അതൊക്കെ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അനുവിൻ്റെ ഇങ്ങനെ കുറച്ച് കുസൃതികളൊക്കെ നമുക്ക് കാണാൻ പോകുന്ന അടുത്ത വീഡിയോസിൽ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതിൻ്റെ ഒപ്പം ബെൽ ബട്ടൺ അമർത്തിയാൽ മാത്രമേ എൻ്റെ തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയൂ. അതുകൊണ്ട് ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. അതിൻ്റെ കൂടെ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു പുതിയ ഓപ്ഷനും കൊണ്ടുണ്ട്. അതും കൂടെ ഒന്ന് അമർത്തിയേക്കുക. വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ കൂട്ടുകാരെ, ടേക്ക് കെയർ.